അപ്പൊ നമുക്ക് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളിലേക്ക് പോവാം, കടക്കാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സ്ഥിരം റിക്രൂട്ട്മെന്റ് പൊസിഷനിലേക്ക് പോവാം. ഒന്ന് മാറി തരുമോ? ഒന്ന്. അപ്പൊ ഈ നമ്മുടെ ഈ കൂട്ടത്തില് ഈ നിക്കുന്ന കൂട്ടത്തില് രണ്ടുപേര് പുറത്തോട്ടും രണ്ടുപേര് അകത്തോട്ടുമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മള് സാധാരണ റിക്രൂട്ട്മെന്റ് എടുക്കുന്നതിന് മുമ്പ് അവരോട് സംസാരിക്കും, അവരോട് കാര്യങ്ങളൊക്കെ പറയും, രായനെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അവിടുന്ന് ഒരു വണ്ടി കാണൂല. അതെ, രായനോടെ കാണത്തില്ല. രായൻ വണ്ടിയിൽ പിക്ക് ചെയ്യാൻ പോവും. അങ്ങനത്തെ ഒരു റിക്രൂട്ട്മെന്റ്സ് ആയിരുന്നു ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് കുറെ റീസെന്റ് എടുത്ത കുറെ റിക്രൂട്ട്മെന്റ്സിൽ, റീസെന്റ് എടുത്തതെന്നല്ല, നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്ത റിക്രൂട്ട്മെന്റിൽ കുറെയൊക്കെ കാര്യം നമുക്ക് നെഗറ്റീവായിട്ട് എതിരെ കിട്ടി. നമ്മൾ ഈ ഗൺ പവർ മാത്രം കൺസിഡർ ചെയ്ത് അങ്ങനെ നോക്കി ഓരോരുത്തരെ കൊണ്ടുവരാൻ നോക്കിയിട്ട് ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെന്റും ഗ്യാങ്ങിനോട് നമ്മളോടുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും അവരുടെ സൈഡിൽ നിന്ന് കിട്ടാതായി. സോ അതുകൊണ്ട് ഞങ്ങൾ ഈ വട്ടത്തെ റിക്രൂട്ട്മെന്റ് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു മൊമെന്റിൽ ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ അവര് പോലും അറിയാൻ പോണത് അവരെ ഞങ്ങൾ ടി വിയിൽ എടുത്തെന്ന്. സോ ഒരുപാട് ഡിസേർവ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളെ ഞാൻ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ഞാനിവിടെ അനൗൺസ് ചെയ്യുവാണ്. കുറേ നാളായി ടി വിക്ക് വേണ്ടിയിട്ട് ടി വിയിൽ കയറാനുള്ള ആഗ്രഹവും എല്ലാം ആയിട്ട് നിന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഗൺ പവറും വേറെ ഒന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തോന്നിയ ഒരാളാണ്. ആൻഡ് ഇതുവരെ നമ്മൾ ഇത്രയും നാൾ കൺസിഡർ ചെയ്യാതിരുന്നിട്ട് പോലും ഓപ്പോസിറ്റ് പോയി ഞങ്ങൾക്ക് എതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാത്ത, അതാണ് ഞങ്ങൾ അവന് കണ്ട ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. ആൻഡ് വി ആർ വെൽക്കമിങ് SRK to TVA as TVA SRK. എന്റെ അണ്ണ സത്യം പറയാല്ല, അവ ഇപ്പം സത്യം. നമ്മള് എപ്പോഴും എടുക്കണ റിക്രൂട്ട്മെന്റ് എന്ന് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. ലൈക്ക് എന്തായിരിക്കും ആ റിയാക്ഷൻ എന്ന്. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും ആള് സിറ്റി ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം, സിറ്റിയിലോട്ട് കയറി വരണം. ആൻഡ് നമ്മൾ ഗൺ പവറും കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല. ബാക്കിയൊക്കെ നീ ഗ്രൈൻഡ് ചെയ്താ, നീ നിന്റെ ഇത് ചെയ്യുക, നിന്റെ കാര്യങ്ങൾ ചെയ്യുക, ടി വിക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. അങ്ങനത്തെ രീതിയിൽ മാത്രമാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം ആൻഡ് ഗ്യാങ്ങിന് വേണ്ടുന്ന സമയത്ത് ഉണ്ടാവണം. അത് മാത്രമാണ് തൽക്കാലം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് കുറേ ഇത് കുറേ നാളായിട്ട് ടി വി ഓഡിയൻസിലെ പലരും എനിക്ക് റിക്വസ്റ്റ് ചെയ്തൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഈ റിക്രൂട്ട്മെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കൺസിഡറേഷൻ നമ്മൾ എടുത്തത്. അപ്പോൾ ഇല്ല, അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് കളി ജയിച്ചിരിക്കുന്നു. നമ്മ തലേ ധോണിക്ക് പെരിയ വിസിൽ അടിയുങ്കോ. എന്താടാ മൈൽസ്? ഞാനിപ്പോ മൈൽസിന്റെ അടുത്ത് ഒരു കാര്യം പറയാണ്ട് ഈ അനൗൺസ്മെന്റ് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ വെൽക്കം ടു TVA SRK. അപ്പൊ ഇനി ഒരുമിച്ച് കാണാം. നീ സിറ്റിയിൽ ഉണ്ടെങ്കിൽ കയറി വരണം. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് സെക്കൻഡ് റിക്രൂട്ട്മെന്റ് ഗൈസ്, രണ്ടാമത്തെ ഒരു മിനിറ്റ്. കേക്കോ ഹലോ. അപ്പൊ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല്, നമ്മളൊരു ഇടയ്ക്ക് വെച്ച് നമ്മളൊരു റിക്രൂട്ട്മെന്റ് എടുത്ത സമയത്ത് ഒരു കൺഫ്യൂഷന്റെ പേരിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാതെ പോയ ഒരു ആളാണ്. സോ ഇതും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഗൺ പവർ ഇല്ലാത്ത ഒരാളെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഗൺ പവർ ഉണ്ട്.
എല്ലാം ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എല്ലാത്തിലും അത്യാവശ്യം നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ആൻഡ് വി ആർ വെൽക്കമിങ്, പേര് മറന്നുപോയടാ ഞാൻ, മന്ദാരം മന്ദാരം വി ആർ വെൽക്കമിങ് ബെല്ലാരി മന്ദാരം ടു TVA അസ് TVA മന്ദാരം. അപ്പൊ സാൻഡ്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവന് അറിഞ്ഞിട്ടല്ല സാൻഡ്ര അടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ സാൻഡ്ര ഇവിടെ മന്ദാരം എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇപ്പൊ കളിക്കണത്. അപ്പം സാൻഡ്രയും കൂടെ നമ്മൾ TVയിലേക്ക് എടുക്കുവാണ് ബെല്ലാരിന്ന്. അപ്പൊ ഇവരെ രണ്ടുപേരുമാണ് കറന്റ്ലി ഇപ്പൊ TVയിലായിട്ടുള്ള പുതിയ അഡീഷൻസ്. നമ്മള് ബാക്കിയെല്ലാം പയ്യെ ആലോചിച്ച് ഉള്ള സ്ലോട്ട്സ് ഫില്ല് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവരെ രണ്ടുപേരെയാണ് കറന്റ്ലി ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളോടുള്ള കമ്മിറ്റ്മെന്റ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള രണ്ടുപേരെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ സാൻഡ്രയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തതാണ്, അടുത്തൊരു റിക്രൂട്ട്മെന്റ് വരുമ്പോൾ എടാ എന്തായാലും ഞാൻ നിന്നെ കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ അവന് പേഴ്സണലി ഒരു വാക്ക് കൊടുത്തിരുന്നതാണ്. ഞങ്ങൾ പക്ഷെ അവനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവനെയും കൂടെ നമ്മൾ എന്തായാലും അപ്പോൾ എടാ വെൽക്കം ടു TVS ആൻഡ്രു. അപ്പോൾ ഇനി TVക്ക് വേണ്ടി കളിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ രണ്ടുപേർക്കും വെൽക്കം. SRK സാൻഡ്ര രണ്ടുപേർക്കും വെൽക്കം ടു TVA. അപ്പോൾ നിങ്ങൾ സിറ്റി കയറുമ്പോൾ ഉടനെ ഗ്യാങ് ഹൗസിലോട്ട് വാ. അപ്പോൾ വെൽക്കം ടു TVA ഗൈസ്. മൈൽസെ ഫൈനൽ വാണിംഗ്, കോമഡി പറഞ്ഞെടുത്തേ അളിഞ്ഞ സാധനം ഒറ്റ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അത് ചന്ദ്രനാ, അല്ലാതെ കോമഡി അല്ല. മനസ്സിലായ ഒരു റിവഞ്ചും കൂടെ ചന്ദ്രനുള്ളത് മള്ളി കൊടുത്തു കണ്ണാപ്പിക്ക്. പുള്ളി HR വരുമ്പോഴേ തമ്മിൽ ഐഡന്റിഫിക്കേഷൻ വ്യത്യാസമായിരിക്കും കേട്ടോ. കണ്ണാപ്പിന്റെ മുഖം മാറ്റാൻ പറയാം പുള്ളി. കണ്ണാപ്പി SRKയുടെ മുഖം കണ്ട് അച്ഛാന്നൊന്നും വിളിക്കല്ലേ? എടാ കോഴിക്കാട്ടല്ലോ പട്ടിക്കാട്ട പോലെ മുഖം നിന്റെ മള്ളി. ഇനി ഞാൻ കൊന്നാലി ഈ വർഷം മുതൽ ഒരു അച്ഛനും പറയൂല. മൊല്ലാലി ദൈവം ഗ്യാങ് റോളുള്ള ആരെങ്കിലും വെൽക്കം ഇട്ടടാ. എനിക്ക് ഗ്യാങ് റോൾ ഇല്ല. എല്ലാരും വീണോ? അവൻ വെളിയിരുന്ന് കരയുന്നു ബാബു. എവിടെ അവ അന്തേലുണ്ടല്ലോ, അതുകൊണ്ട് BC-യിലുണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോ ഇരുന്ന് കരയുന്നു. അവൻ അവിടെ ഇരുന്ന് കരയണമെന്ന്. ഹലോ ഹലോ SRK കുട്ടാ, വെൽക്കം ടു TVA. ആ പേര് നോക്കിയ SRK VC-യിലെ വിസിലെ പേര് എനിക്ക് എന്താ പറയുന്ന അറിയത്തില്ല എനിക്ക്. അയ്യോ എടാ ചില്ലാവ്, നീ ആഗ്രഹിച്ചിരുന്ന മൊമെന്റ് അല്ലേ ഇത്? അതെ അതെ അതെ. പിന്നെ നീ എന്തിനാ വിഷമിക്കണേ? ഇനിയിപ്പോ സന്തോഷത്തോടെ പോവാലോ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട്. നിന്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് എന്താ വെച്ചാൽ നമുക്ക് വേണം. അതിപ്പോ ഗ്രൈൻഡിങ് ആയിക്കോട്ടെ, ലൈക്ക് വാർ ആയിക്കോട്ടെ, RP ആയിക്കോട്ടെ, അത് നമ്മളിപ്പോ നീ ഇത് ഒരുപാട് ഏൺ ചെയ്ത് മേടിച്ച സ്ലോട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നീ ഏൺഡ് സ്ലോട്ടാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ആ റെസ്പെക്ടിന്റെ പുറത്ത് തന്നെ നമ്മൾ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ആ റെസ്പെക്ട് നീ എന്നും ഞങ്ങളുടെ തിരിച്ച് കീപ്പ് ചെയ്യണം. ലൈക്ക് ഞാൻ പറയണ റെസ്പെക്ട് എന്ന് പറയണത് മറ്റേ അണ്ണാന്ന് വിളിക്കുന്ന റെസ്പെക്ട് അല്ല ഞാൻ ഉദ്ദേശിക്കണത്. ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെന്റ്, അത് ആ ഒരു സാധനം നിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് വേണം. വെൽക്കം ടു ഫാൻ ബ്രോ. ഗ്യാങ്ങിൽ ഇല്ലായിരുന്നെങ്കിലും നീ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്യാങ്ങിന്റെ ഉള്ളിൽ അതുപോലെ മതി. കൺഗ്രാചുലേഷൻസ് കുട്ടൻ. അറിയുവാണോ?
പിന്നെ ആരാടാ സാൻഡ്രയാ? സാൻഡ്ര ഇതാക്കിയത് സാൻഡ്ര എവിടെ? താഴെ വലിക്ക 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 സാൻഡ്ര എവിടെ? സാൻഡ്ര എവിടെ? അത് എങ്ങനെയുണ്ടായിരുന്നു ആര് സാർക്ക് ഇത് പ്രതീക്ഷിച്ചോ സാർക്ക്? ഹലോ മദാരോടാ മന്ദാരം. ഹലോ 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 അളിയാ. എടാ കേക്കോ? അപ്പൊ സാൻഡ്ര എടാ മോനെ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. അടുത്ത റിക്രൂട്ട്മെന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അത് കൺഗ്രാജുലേഷൻ സാൻഡ്ര. ഹാപ്പി അല്ലേടി? ചെറുക്കിന്റെ പേരൂടെ മാറ്റിക്കോട്. അപ്പൊ വെൽക്കം ടു ടി നീ ബെല്ലാരിയില് നിക്കുന്ന എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ തന്നെ ടിവിയിലും ഉണ്ടാവണം എല്ലാ കാര്യത്തിനും. അപ്പൊ വെൽക്കം. പിന്നല്ല നിങ്ങൾ സിറ്റിയിലുണ്ടാ? SRKയും സിറ്റി ഉണ്ടാ? SRK സിറ്റി ഉണ്ടാ? നടന്നു കയറണം. ഓ ജോഗി പറ. നീ ഇത് കഴിഞ്ഞ് വേല കളിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ പറയാം ജോഗി, ഇന്ന് വേല ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കണ്ണാപ്പിയുടെ മുഖം മാറ്റടാ, നിന്റെ പോലെ ഇരിക്കുന്ന ഓ വാ ബാബു ഓ ചേർത്തേട്ടാ നിന്നെ കളഞ്ഞാ ഗംഗീന്ന്. ബാബു ഒന്ന് ഇല്ല, ഇല്ല, ഇല്ല. സിറ്റി പറഞ്ഞേ. ആ എല്ലാരും ഹാപ്പി അല്ലേ ഗൈസ്? എല്ലാരും ഹാപ്പി അല്ലേ ഗൈസ്? സത്യം പറയാലോ, ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അവന്റെ കാര്യത്തിൽ വേറെ ഒന്നും നോക്കിയില്ല. സത്യം പറയാലോ, SRKയുടെ കാര്യത്തില് SRKയുടെ റിക്രൂട്ട്മെന്റ് എനിക്ക് എന്റെ ഇൻഡിവിജ്വൽ ഡിസിഷനാ. അതായത് SRK TV എടുക്കുകയെന്ന് പറയണത് ഞാൻ കണ്ണമ്മനെ അടിക്കല്ലേ മുള്ളി സത്യം ഞാൻ നമ്മള് കണ്ണം പോയി അടിച്ച് തിരിച്ചടിച്ച മുള്ളി ചോറി ഇതാണ് നിന്നെ ഇഷ്ടമല്ലാത്ത നീ മുള്ളി സത്യ മുള്ളി സത്യല്ല തന്നെ മുള്ളി കണ്ടോ? SRK എന്ത് ചെയ്യും? SRK അപ്പൊ മന്ദാരത്തിനെ കൊണ്ടുപോവാ. നമ്മളെല്ലാരും കേട്ടുന്ന പോലെ കേട്ടാലോ, അവന്മാർക്ക് വിഷമം വരണ്ട. സുഖമല്ലേ? ഹാപ്പി അല്ലേ നീ? ഓക്കെ, അപ്പൊ എടാ അപ്പൊ സർക്കെ ഇവിടെ വാ. സർക്കെ ചന്ദ്ര വാ. രായ കുട്ടാ നല്ല ഇനി എല്ലാ ദിവസം കിട്ടിക്കോളൂ. അപ്പൊ വി ആർ വെൽക്കമിങ് ബെല്ലാരി സാൻഡ്ര ടു TVA as TVA മന്ദാരം. ബെല്ലാരി മന്ദാരം ടു TVA as TVA മന്ദാരം. വെൽക്കം ഗൈസ്. ഇത് അങ്ങോട്ട് വിടുക. വെൽക്കം ചെയ്യും. ഡാൻസ് വെൽക്കം ചെയ്യാൻ. പാട്ടൊക്കെ ഇട്ട് നിൽക്കണം കേട്ടാ. ബാബു കേക്കോ? അണ്ണാ ഷോട്ട് ഇടോ. ബാബു ഈ സൈഡിലോട്ടോ. എന്തുറ്റി മുള്ളി എന്തുറ്റി? എന്താ അവിടെ നിൽക്കുന്നേ? അല്ല